എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. കാരണം രാവിലെയും വൈകിട്ടും ഒന്നും വെളിയിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയിലുള്ള ചൂടാണ്. അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണെന്നറിയുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും ചൂടാണല്ലോ. എന്നാലും ആ ചൂടിനേക്കാളും കൂടുതൽ ചൂടാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും നാട്ടിലൊക്കെ സേഫായിട്ടിരിക്കുക. ഇവിടെയും ചൂടിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെയാണ് എപ്പോഴും. അതുതന്നെയല്ല വെളിയിലോട്ടൊന്നും ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നമ്മൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇന്നിവിടെ നമ്മൾ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കടല കറി വെക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം കടല ഞാൻ കുക്കറിനകത്ത് വെച്ചു വിസിലടിപ്പിക്കാനായിട്ട്. കടലയ്ക്കകത്തോട്ട് നമ്മൾ സവോളയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അപ്പത്തിന് കുഴച്ച് വെക്കുന്നത്. അരി ഇപ്പം അരയ്ക്കാൻ മടിയാണത്. കാരണം നമ്മൾ അരിപ്പൊടിക്കകത്തോട്ട് തേങ്ങായും ഈസ്റ്റും ചോറും എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കുന്ന അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അങ്ങ് ചൂടായതുകൊണ്ട് രാവിലെ തന്നെ അരച്ച് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് അത് പൊങ്ങിക്കിട്ടും. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും താമസിച്ചാണല്ലോ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് പതുക്കെയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞായറാഴ്ച ദിവസം എന്നും നമുക്ക് പതുക്കെയുള്ള പരിപാടികളാണ്. കാരണം പ്രത്യേകിച്ച് എങ്ങും പോകാനും ഇല്ല. പിന്നെ എല്ലാം പതുക്കെ ഉണ്ടാക്കിയാൽ മതിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ സ്ലോ ആയിട്ടിരിക്കും. അപ്പം ഞാൻ കടലക്കറിയൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ പാലപ്പം ഉണ്ടാക്കി കഴിക്കാനായിട്ട് ചേട്ടനും രാഹുലിനും കൊടുത്തേ. അപ്പോൾ അവർ അവിടെ ഇരുന്ന് കഴിച്ച് അതിന് ശേഷം ഞാനും കഴിച്ച്. പിന്നെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. കാരണം ഇന്നലെ തലേദിവസം ബീഫ് ബിരിയാണി വെച്ചായിരുന്നു, അതിൻ്റെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അത് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചില്ല. ഇനി വൈകുന്നേരം നമുക്ക് ചോറും കറിയൊക്കെ വെക്കണമായിരുന്നു. അപ്പോഴത്തേന് ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊച്ചുമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെട്ടിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ നാട്ടിൽ കിട്ടുന്ന അതേപോലത്തെ ചെറിയ മത്തി, അല്ലെങ്കിൽ നമ്മുടെ വട്ടമത്തിയുടെ പോലത്തെ തലയൊക്കെ വട്ടത്തിയിരിക്കുന്നത് അതുപോലത്തെ മത്തിയാണേ. അപ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല. എന്നാലും നമുക്ക് പീര പറ്റിച്ചാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് കുറച്ച് ചട്ടിക്കകത്ത് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് അതിന് ശേഷം നമ്മളതൊന്ന് വെട്ടിയെടുക്കുവാണേ. ചെറിയ മത്തി ആയതുകൊണ്ട് കുറച്ച് താമസമാണ് നമുക്ക് വെട്ടിയെടുക്കാൻ. പിന്നെ ചെതുമ്പലൊന്നും കൂടുതലായിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല മത്തിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മത്തിയുടെ അത്രയും ടേസ്റ്റൊന്നും കറി വെച്ചാൽ കിട്ടത്തില്ല ഈ മത്തിക്ക്. കാരണം അതിന് അത്രയ്ക്ക് അതുപോലത്തെ നാടൻ മത്തിയല്ല, അല്ലാത്തുള്ള മത്തിയാണേ. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മത്തി വെട്ടിയതിന് ശേഷം ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും കൂടിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുവാണെങ്കിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമല്ലോ. തേങ്ങ ചതയ്ക്കാതെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തത് ഇപ്രാവശ്യമേ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ അരിഞ്ഞിടുമായിരുന്നു പച്ചമുളക്. ഇപ്രാവശ്യം ഞാൻ ചതച്ചെടുത്തു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സവോളയും കൂടെ അതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുവാണ്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ കൊച്ചുള്ളി ഇവിടെ ഇല്ല, കുറച്ചേ ഉള്ളൂ. അത് പിന്നെ പൊളിച്ചെടുക്കാനൊക്കെയുള്ള താമസം കാരണം പിന്നെ ഞാൻ സവോള അങ്ങ് ചേർത്തേക്കാം. ചെറിയ സവോള ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ 2 കഷ്ണം കുടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചട്ടിക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴത്തേ മത്തി ഞാൻ വെട്ടിയിട്ട് ഇതുപോലെ പകുതിയാക്കി ഒരു മത്തി 2ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ തേങ്ങയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുടംപുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പം കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാ ഭാഗത്ത് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ല. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സത്യത്തിൽ ഉപ്പിടാൻ മറന്നു പോയതാണ്. അത് ഇനി ഓർത്തപ്പോഴാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുവാണ്. അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അത് കാരണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കൂടെ ഇളക്കി നമ്മൾ
അടുപ്പത്ത് വെച്ച് കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് പറ്റിച്ചെടുത്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ നമ്മുടെ മീൻപീര റെഡി. ഇതുപോലത്തെ മീൻപീരയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ മീൻപീര അടുപ്പത്ത് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ചാറുകറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ സാമ്പാർ വെക്കുവാണെങ്കിൽ രാവിലത്തേന് ഇഡലി സാമ്പാറോ അല്ലെങ്കിൽ ദോശ സാമ്പാറോ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഈ ഒരു ലൈറ്ററുണ്ട്, അത് കത്തത്തേ ഇല്ല. പിന്നെ ചില സമയങ്ങളിൽ കത്തും, ചില സമയത്ത് കത്തത്തില്ല. അതുകൊണ്ട് ഞാൻ തീപ്പെട്ടി വരച്ചാണ് കത്തിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിനകത്ത്. അപ്പോൾ പരിപ്പിൻ്റെ എയറൊക്കെ ഞാനൊന്ന് കളഞ്ഞു. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങും തക്കാളിയും സവോളയും 2-3 വെണ്ടയ്ക്കായും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും രണ്ട് മുരിങ്ങയ്ക്കോൽ നേരത്തെ വാങ്ങിച്ചാണ്. അത് കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി, അതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാനൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. പിന്നെ ഇപ്പോൾ സാമ്പാർ വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇഡലിക്ക് കൊടുക്കാം, പിന്നെ ചോറിനും കൊടുത്തു വിടാം. എല്ലാം കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ച് തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് വലിയ തിടുക്കപ്പെട്ട പരിപാടികളൊന്നും ചെയ്യണ്ടല്ലോ എന്നും വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ സാമ്പാർ പൊടി ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത് ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് പിന്നെ നമ്മൾ കടുക് വറുക്കുമ്പോൾ അതിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്താണ് ഇപ്പം സാമ്പാർ വെക്കുന്നത്. അപ്പം ഞാൻ ആ പൊടികളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണേ. അതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ മുന്നോട്ട് നിൽക്കണം, അത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കായ ഇച്ചിരി കൂടുതൽ ഇവിടെ എപ്പോഴും സാമ്പാറിന് ചേർക്കുവേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചെറുതീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ചെറിയൊരു മണം വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി മൂപ്പിച്ച് കരിച്ച് കളയരുത്. ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടന് പ്രത്യേക ഒരു ഇഷ്ടമാണ്. സാമ്പാർ പൊടി ഇടുന്നതിലും ഇഷ്ടമാണ്. പണ്ട് ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന സാമ്പാറൊക്കെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി കൂട്ടി മടുത്ത് അപ്പം പുതിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ട്. അതിനുശേഷം ഞാൻ വെണ്ടയ്ക്ക കടുക് വറുത്ത് അതിനകത്തേക്ക് വെണ്ടയ്ക്ക ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മളതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കറികൾ രണ്ടും രാഹുൽ കൂട്ടത്തില്ല. സാമ്പാറിൻ്റെ ചാറ് ഇച്ചിരി ഒന്ന് കൂട്ടിയാലായി, നിർബന്ധിക്കുന്നതുകൊണ്ടൊന്ന് കൂട്ടുന്നതാണ്, അല്ല വലിയ താല്പര്യം ഉണ്ടായിട്ട് കൂട്ടുന്നതല്ല. മത്തിപ്പീര ഒട്ടും കൂട്ടത്തില്ല. പിന്നെ അവന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നാളെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്തെങ്കിലും തോരൻ കറിയോ സാമ്പാറിൻ്റെ ചാറ് കുറച്ച് കൊടുത്തു വിടാം ചോറിൻ്റെ കൂടെ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തോരൻ കറിയോ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവൻ ഇതൊന്നും കഴിക്കത്തില്ല. മത്തി മീൻ അങ്ങനെ ചെറിയ മീനുകളൊന്നും കൂട്ടത്തില്ല. വലിയ മീൻ മേടിച്ച് കറി വെച്ചാൽ മാത്രമേ അവൻ കൂട്ടാറുള്ളൂ. അപ്പം അതുകൊണ്ട് അവന് സെപ്പറേറ്റ് എന്തെങ്കിലും തോരൻ കറി നാളെ ഉണ്ടാക്കണം. അപ്പം അതും ചെയ്തെടുക്കണം നാളത്തേന്. അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ കുറച്ച് മല്ലിയില എല്ലാം കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.